കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ് അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവ. അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. ഫ്ലാഷ് ബാക്ക്. ബിഷപ്പ് അങ്ങനെ ചെയ്യുന്നതിന് എന്റെ തന്തയാണോ ബിഷപ്പ്? എടാ, ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയായിരുന്നു. ബിഷപ്പ് തട്ടിപ്പ്, അയ്യോ ഇയാള് തട്ടിപ്പ് ചെയ്യൂന്നുള്ളത് ഞാൻ മുൻകൂട്ടി കാണാൻ. എന്താ ഉറക്കം വരുന്നു. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് രേണുസുതി എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ടു മുഖം, ഡബിൾ ഫേസ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സുധിയുടെ ഫെയിമിന് വേണ്ടി, രേണുസുതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു. അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ഞാൻ കഴിക്കാറുള്ള വോഡ്കയാണ്. അപ്പൊ അതായത് മാജിക് മൊമെന്റ് ആണ് കഴിക്കാറുള്ളത്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ല ടച്ചിങ്സിന് കപ്പ, മീൻകറി അങ്ങനെ വെച്ചിട്ട് അടിക്കുക. സ്മിർനോഫ് 5 തവണ, പിന്നെ അബ്സലൂട്ട് സ്മിർനോഫും. ഓക്കെ, ഭയങ്കരമായ ആള്. നമ്മുടെ അവിടെ റെസ്റ്റോ ബാറിന്റെ ഇനോഗ്രേഷൻ ആണല്ലോ പോയത്, അവിടെ സാധനം കിട്ടില്ലേ? കിട്ടും, റൂമിൽ കിട്ടും. റൂമിൽ ഞാൻ പറയാം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഹാപ്പി ആണെങ്കിലേ ഞാൻ കഴിക്കത്തുള്ളൂ. എന്റെ മനസ്സ് ഹാപ്പി ആയിരിക്കണം, അന്നേരം ഞാൻ മദ്യം കഴിക്കാം. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഇപ്പൊ ഷഫീന ബീവി തന്നെ, ഞാനിപ്പം ആദ്യമൊക്കെ അവരുടെ ദേഷ്യം, എനിക്കിപ്പോ ദേഷ്യമില്ല. കാരണം അവർക്ക് രണ്ടു കാലം വയ്യാത്തൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി എന്നെ വിട്ടിട്ട് ജീവിക്കട്ടെന്നേ. ഒരു വികലാംഗയായിട്ടുള്ള സ്ത്രീയല്ലേ, അവര് ജീവിക്കട്ടെ എന്നെ വിട്ടിട്ട്. അല്ല പ്രിയ പബ്ലിക്, ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. അവക്ക് ദേഷ്യം, അവളെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അവക്ക് കാലം നേരെ നടക്കാൻ പോലും ഇല്ലാത്ത ഒരുത്തിയാന്ന് എനിക്ക് മനസ്സിലായി. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. മനസ്സിലായോ? അവക്ക് കാലം 3 or 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവള് എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഫ്ലാറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങള്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങൾക്ക് ഷൂട്ടിനൊക്കെ പോകും. ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിലുള്ള അങ്ങോട്ട് വരാൻ പറയും. അപ്പാർട്ട്മെന്റ് ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.